നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകം പലപ്പോഴും ദുരിതങ്ങളുടെ ലോകമായി മാറുന്ന കാഴ്ചകൾ ചില വാർത്തകളിലൂടെ നാം കണ്ടതാണ്. അത്തരത്തിൽ ദയനീയമായൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതും ഷാർജയിൽ കുടുങ്ങിയ ഒരു മലയാളി കുടുംബത്തിൻ്റെ. ഇത്തരത്തിൽ ദുരിതത്തിലും പ്രവാസികൾ അവിടെ കഴിയുന്നുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകും. അത് ഒരു കുടുംബം മുഴുവനും. പകൽ മുഴുവൻ തുറസായ പാർക്കിൽ, ഒപ്പം രാത്രി ഒറ്റമുറിക്കടയിൽ. ഇതിനിടയിൽ ആരെങ്കിലും സഹായിച്ചാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഇതാണ് ആ കുടുംബത്തിൻ്റെ തീരാരോധനം. അതും കൃത്യമായി ലഭിക്കാറുമില്ല. പ്രവാസ ജീവിതത്തിലെ കൈപ്പേറിയ കാലത്തിലൂടെ കടന്നു പോവുകയാണ് ഷാർജയിൽ ഒരു മലയാളി കുടുംബം എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പയ്യന്നൂർ കോറോം സ്വദേശി രവിയും ഭാര്യ ഇന്ദുവും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് സാമ്പത്തിക ബാധ്യത കാരണം ദുരിതത്തിലായിരിക്കുന്നത്. 10 വർഷമായി ഷാർജയിലുള്ള രവി 5 വർഷത്തോളം ദുബായ് ദേരിയിൽ ആയുർവേദം മരുന്ന് ഷോപ്പ് നടത്തി വരികയായിരുന്നു. നല്ല നിലയിൽ കച്ചവടം നടന്നിരുന്ന കടയിൽ ക്രമേണ കച്ചവടം കുറഞ്ഞതോടെയാണ് കഷ്ടപ്പാടുകൾ തുടങ്ങിയത്. ഇന്ദുവിന് ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ദുവിൻ്റെ ശമ്പള സർട്ടിഫിക്കറ്റ് ബാങ്കിൽ വെച്ച് 1,20,000 ദിർഹം വായ്പ എടുത്ത രവി കട തുടങ്ങിയത്. 4.5 വർഷം കൊണ്ട് ഇന്ദുവിൻ്റെ ശമ്പളത്തിൽ നിന്ന് ബാങ്ക് വായ്പ അടച്ചു തീർക്കവേ പെട്ടെന്ന് അവരുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. ലോൺ ഇനത്തിൽ ബാങ്കിൽ 17,000 ദിർഹത്തോളം കുടിശ്ശികയുണ്ടായി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വക 58,000 ദിർഹം വേറെയും ബാധ്യതയുണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെട്ടിട്ടും കടയിലെ തുച്ഛമായ വരുമാനം ഉപയോഗിച്ച് പിഴയടക്കം വായ്പ അടച്ചു തീർത്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് വകയിലുള്ള തുകയൊന്നും തിരിച്ചടയ്ക്കാനായില്ല. പണം തിരിച്ചടയ്ക്കാത്തതിനാൽ ബാങ്ക് ഇന്ദുവിൻ്റെ പേരിൽ പോലീസിൽ പരാതിയും നൽകി. ഇതോടെ അവർക്ക് യാത്രാവിലക്ക് വരികയും ചെയ്തു. പിഴയടക്കം ചുരുങ്ങിയത് 78,000 ദിർഹം ബാങ്കിൽ അടച്ചാൽ മാത്രമേ ഇന്ദുവിൻ്റെ പേരിലുള്ള കേസ് അവസാനിക്കുകയുള്ളൂ. അതിനിടയിൽ ഷാർജയിൽ താമസിക്കുന്ന ഫ്ലാറ്റ് വാടക കുടിശ്ശികയടക്കം 26,000 ദിർഹം കൊടുക്കാത്തതിനാൽ രവിയുടെ പേരിൽ കെട്ടിട ഉടമ നഗരസഭയിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് നഗരസഭാ അധികൃതർ ഫ്ലാറ്റ് പൂട്ടി നോട്ടീസ് പതിച്ചു. സാധനങ്ങളെല്ലാം മുറിയിലായതിനാൽ മാറ്റിയെടുക്കാൻ വസ്ത്രം പോലും ഇല്ലാത്ത നിലയിലാണ് കുടുംബം. ദേരയിലെ കടയുടെ വാടകയായി 24,000 ദിർഹം ഉടമയ്ക്ക് കൊടുക്കാനുണ്ട്. 2 ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ കട പൂട്ടുമെന്ന് ഉടമയും അന്ത്യശാസനം നൽകി. മകളുടെയും മകന്റെയും പഠനം മുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സ്കൂൾ ഫീസിനത്തിൽ 6,000 ദിർഹം കൊടുക്കാനുമുണ്ട്. നല്ല കാലത്ത് സുഹൃത്തുക്കൾക്ക് പലർക്കും പണം കടം നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തരാനുള്ളവർ പോലും മുഖം തിരിക്കുകയാണെന്ന് ഇന്ദു പറയുന്നു. ജനുവരി 19 മുതൽ ഷാർജ സൗദി പള്ളിക്ക് സമീപത്തുള്ള പാർക്കിലാണ് രവിയും കുടുംബവും കഴിയുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണിവർ. വാടക കുടിശ്ശികയുടെ പേരിൽ ഉടമ കടയും അടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും രവിയുടെ കുടുംബം ഇരുട്ടിലാവും. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.